ചങ്ങായിമാരെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഹിന്ദിയിലാണ് വീഡിയോ, പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഉത്തരേന്ത്യൻ സംഘികളാ അവരുടെ സംഘി നേതാക്കന്മാരും അവിടുത്തെ കുറെ ഉഡായിപ്പ് സന്യാസിമാരിലും കൂടി എങ്ങനെയാ പറ്റിക്കുന്നത് ഇതിലും വ്യക്തമായിട്ടൊന്നും പറഞ്ഞുതരാൻ കേട്ടാ. ഒരു മൊയന്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇസ്രായേലിലെ ജൂതന്മാർ ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്, യാദവന്മാരാണ്. ആ യാദവന്മാർ കുറെ കാലം മുന്നേ ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ ജൂതന്മാരായതാണ്. ഇത് കേൾക്കുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കാൻ കഴിയാം? ഇത് വിശ്വസിക്കുന്ന സംഖ്യകളുണ്ട്, ഹിന്ദുക്കളല്ല സംഖ്യകള്. ചാണകം തലയിൽ കയറിയ കുറെ സംഖ്യകൾ ഇത് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആ മൊയന്ത് പറയുന്ന ആ ഹിന്ദി കേട്ട് നോക്കാം. क्या इजरायली यहूदी ही यदुवंशी है, अर्थात हमारे यादव है, जो महाभारत के युद्ध के बाद पश्चिम के देशों में जाकर बस गए थे। दोनों के नामों का अर्थ भी समान है और दोनों का विजय होने तक लड़ने का जुनून भी समान है. മഹാഭാരത യുദ്ധത്തിന് ശേഷം യാദവന്മാർ അടുത്തേക്ക് ഇസ്രായേലിലേക്ക് പോയിട്ടാണ് ഈ ജൂതന്മാരുണ്ടായതെന്നാണ് ഈ വേട്ടാവളിയും പറയുന്നത്. ഇവനല്ല ഇത് എങ്ങനെ പറയാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കുന്നുട്ടാ. പക്ഷെ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ സത്യം അത്. ഈ പൊട്ടം പറയുന്നത് വിശ്വസിച്ചിട്ട് ജൂതന്മാർ ഹിന്ദുക്കളാണെന്നും ഹിന്ദു ഭക്തന്മാരെന്ന് വിചാരിച്ചിട്ട് ഈ ജൂതന്മാരോടൊക്കെ പോയിട്ട് ഭക്തി കാണിച്ച ഒരു ലോക പൊട്ടനൊക്കെ കാണിച്ചിട്ടാ. അവര് ജൂതന്മാർ പ്രാർത്ഥിക്കുന്നിടക്ക് പോയിട്ട് ഒരു സംഖ്യ പോയി പ്രാർത്ഥിക്കുമ്പോ ചവിട്ടി ഓടിക്കുന്നു, കുണ്ടിക ചവിട്ടുന്നു. നമ്മൾ ആർജി അഞ്ജലി പറഞ്ഞ പോലെ കുണ്ടിക്ക് മൈലാഞ്ചിടി എന്നിട്ടാ. ഞാനതാ പറഞ്ഞ ഇമാതിരി പൊട്ടത്തരം പറയുന്ന ഒരു സംഘി നേതാവും അത് വിശ്വസിക്കുന്ന ഒരു ഊള സംഖ്യയും എവിടെയും ഇവര് തലയിൽ വിവരം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യം പറഞ്ഞ് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് നാണക്കേട് ഉണ്ടാവില്ലേ എന്ന്. നാണക്കേട് ഉണ്ടാക്കുമല്ലേ ചെയ്യുന്ന ഈ സംഖ്യകള്. സംഖ്യക്ക് പിന്നെ നാണവും മാനമൊന്നുമില്ല. പക്ഷെ ആത്മാഭിമാനമുള്ള കുറെ ഇന്ത്യക്കാരായിട്ട് ഉണ്ട്. ഈ സംഖ്യകൾ മനസ്സിലാക്കണ്ടേ? ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജൂതന്മാർക്ക് അവരുടെ നാട്ടിലുള്ള ആൾക്കാരോടുള്ള സ്നേഹം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ത്യക്കാരും മറ്റുള്ള രാജ്യക്കാരെയും വിട്, അവരുടെ നാട്ടിലുള്ള ആൾക്കാരോട് ജൂതന്മാർ അല്ലാത്തവരോട് കാണിക്കുന്നത്, അതായത് ബോംബ് വരുമ്പോ ബങ്കറിലേക്ക് ഒളിക്കാൻ പോകുന്ന ആൾക്കാരോട് കാണിക്കുന്ന വീഡിയോകൾ കണ്ടു നോക്കുക. נילנו בבקשה להיכנס. נילנו בבקשה להיכנס. נילנו בבקשה להיכנס. נילנו. גברת, אני לא מסיים. מה היה מגיע? אני മറ്റുള്ള രാജ്യക്കാരനല്ലാട്ടാ, ഇസ്രായേലിയാണ്. പക്ഷെ ജൂതനല്ലാത്തോണ്ട് ബങ്കറിലേക്ക് കയറണ്ടെന്ന് പറയും. ഇത്രമാത്രം മനുഷ്യത്വമില്ലാത്ത നാറികളെല്ലാം ഇവിടുത്തെ സംഖ്യകൾ മനുഷ്യന്മാരെന്ന് ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന് പറ്റി താങ്ങി നടക്കുന്നത്. അങ്ങനെ താങ്ങി നടക്കുന്ന സംഖ്യകളുടെ പുച്ഛം മാത്രം, ഒരു ലോഡ് പുച്ഛം മാത്രം. ഇനി ചാണക സംഖ്യകൾക്ക് ഞാൻ വേറൊരു അറിവ് കൂടി പറഞ്ഞുതരാം. ഇവിടെ ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്നവനെ തല്ലിക്കൊല്ലാൻ നടക്കുന്ന സംഖ്യകളെ ഈ ബീഫ് കഴിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ 1 ടീമാണ് ഇസ്രായേലികൾ കേട്ടാ. ഇസ്രായേലികൾ എന്നല്ല, ജൂതന്മാർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ടീം സംഖ്യകളാണെന്ന് അറിയാം, കഴിക്കുന്നത് ജൂതന്മാർ. കറക്റ്റ് ടീമാ. എന്നിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലാൻ നടക്കുന്ന ഈ ചാണക സംഖ്യകൾ. ഇനി സംഖ്യകൾ നിങ്ങൾക്കത് വിശ്വാസം വരുന്നില്ലെങ്കിൽ അതിന്റെ വീഡിയോ കൂടി ഞാൻ കാണിച്ചുതരാം. ബാ. जो बीफ आपको दिख रहा है, ये बीफ खाने में जो है, यहाँ पर देखिए इजराइल जो है बहुत आगे। आप बताइए कि इजराइल का लोग सपोर्ट कर रहे हैं, खास करके गोबर भक्त। आप बताइए ये गोबर भक्त सपोर्ट कर रहे हैं जो बीफ खाती है। अब क्या कहिएगा ऐसे सोच वाले, ऐसे मानसिकता वाले गोबर भक्त लोगों को? कमेंट्स में जवाब जरूर दीजिएगा. ചാണകം തിന്നുന്ന ചാണകങ്ങളെ, നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന പശുവിനെ ഏറ്റവും കൂടുതൽ തിന്ന ടീമാണ് ഈ ജൂതന്മാർ. ഈ സംഭവത്തിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും സംഘികളെ? നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വാക്കുകളില്ല. കാരണം നിങ്ങൾ അമ്മേനെ തിന്നുന്ന ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ഇത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ചെറ്റകളാണ്. നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലാൻ നടക്കുന്നത് ഉളുപ്പുണ്ട ചാണകങ്ങളെ. അതല്ലേ സംഘികളെ, നിങ്ങളെ തലയിലും ചാണകമാണ്, നിങ്ങൾ തിന്നുന്നതും ചാണകമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലുള്ള ജൂതന്മാർ മഹാഭാരത യുദ്ധത്തിന് ശേഷം അവിടത്തേക്ക് പോയ യാദവന്മാരാന്ന് വിശ്വസിക്കുന്ന കുറെ ചാണക സംഘികളോടൊപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.